അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മുടെ ജീവിതത്തിൽ നാം നടക്കില്ല എന്ന് കരുതിയ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ. നമ്മൾ വെറുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടാൻ, നിത്യരോഗികളായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ രോഗങ്ങളിൽ നിന്ന് ശമനം കിട്ടാൻ, ശരീരത്തിനെ ബാധിച്ച മറ്റു വിപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ, നമ്മുടെ മുൻകോപം മാറിക്കിട്ടാൻ, ജന്തുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ, കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ, എല്ലാത്തിനും ഉപകരിക്കുന്ന അതിമഹത്തായ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെയാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ കമൻ്റായി രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഹലീമു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ് എന്ന ഇസ്മിനെയാണ് നാം ചൊല്ലേണ്ടത്. ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പല എണ്ണങ്ങളാണ് നാം ചൊല്ലേണ്ടത്. അവ കൃത്യമായി പറയാം. ഓരോരുത്തരും കൃത്യമായി കേൾക്കുക, മനസ്സിലാക്കുക. ഓരോരുത്തരുടെ ആവശ്യം എന്താണോ ആ ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായി ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം കാണണമെന്ന് നാം ആഗ്രഹിക്കുന്നവരാണോ? വീട് വെക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല, അതിനുവേണ്ട സമ്പത്തില്ല, വഴികൾ തുറന്നു കിട്ടുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ നല്ല ജോലി കിട്ടണം, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പഠിച്ചതനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല, ആ ജോലി എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. വിവാഹം അന്വേഷിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നു, പക്ഷെ ഒന്നും റെഡിയാവുന്നില്ല എന്ന വേവലാതി പറയുന്നവർ, വിവാഹം ശരിയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, നല്ല വാഹനം വാങ്ങണം, കാശൊക്കെ റെഡിയാണ്, പക്ഷെ ഉദ്ദേശിച്ച വാഹനം റെഡിയായി കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാം പറയപ്പെട്ട യാ ഹലീമു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 528 തവണ മുടങ്ങാതെ 90 ദിവസം നാം ചൊല്ലുക. 528 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ 90 ദിവസം നാം ചൊല്ലിയാൽ അതിനുള്ളിലായിക്കൊണ്ട് നമ്മുടെ ആ ആഗ്രഹം പൂവണിയും. ഏത് ആഗ്രഹമാണോ നമുക്ക് സാധിപ്പിച്ചു കിട്ടേണ്ടത് ആ ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് നാം ആത്മാർത്ഥമായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയും. കളഞ്ഞുപോയ ഒരു വസ്തു നമുക്ക് തിരിച്ചു കിട്ടണം. ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു, പക്ഷെ എവിടെ പോയി എന്നറിയില്ല. പണം നഷ്ടപ്പെട്ടു പോയി, എവിടെയാണ് പോയത് എന്നറിയില്ല. ഈ സാഹചര്യങ്ങളിൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 88 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, എൻ്റെ പണം നഷ്ടപ്പെട്ടു, അതെനിക്ക് തിരിച്ചു കിട്ടണം. എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടു, അതെനിക്ക് തിരിച്ചു കിട്ടണം. അതല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട വസ്തു എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 88 തവണ യാ ഹലീമു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്കത് തിരിച്ചു തരും. ഇനി നമുക്ക് മുൻകോപം മാറിക്കിട്ടാൻ, നമുക്കുള്ള ദേഷ്യമാണെങ്കിൽ പല ഭാര്യമാരും പരാതി പറയുന്നവരാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഭർത്താവിന് വലിയ ദേഷ്യമാണ്, മക്കൾക്ക് ദേഷ്യമാണ്, മാതാപിതാക്കൾക്ക് എന്നോട് ദേഷ്യമാണ്, അതല്ലെങ്കിൽ സ്വയം ദേഷ്യപ്പെടുന്ന ആളുകളാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്ക് ദേഷ്യം വരും. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ യാ ഹലീമു യാ അല്ലാഹ് എന്ന ഇസ്മിനെ ഒരു പിഞ്ഞാണമെടുത്തിട്ട് ആ പിഞ്ഞാണത്തിൽ തേനുകൊണ്ട് യാ ഹലീമു യാ അല്ലാഹ് എന്ന് ഒരു തവണ എഴുതിയിട്ട് അത് കുറഞ്ഞ വെള്ളം കൊണ്ട് മായ്ച്ചു കളയുക. എന്നിട്ട് അതിനെ
ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് ചായയിലേക്കോ ജ്യൂസിലേക്കോ ചേർത്തിയിട്ട് മുൻകോപിയായ ആൾ ആരാണോ അദ്ദേഹത്തിനിക്ക് കുറച്ചു ദിവസങ്ങൾ നിങ്ങളിത് കൊടുക്കുകയാണെങ്കിൽ, ഈ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടാവുകയും നമ്മോട് നല്ല അലിവ് ഉള്ളവരായി മാറുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്തു നോക്കുക. വീടിൻ്റെ പരിസരങ്ങളിൽ വന്യമൃഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഇഴജന്തുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, കള്ളന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ആ ആളുകളൊക്കെ ഇനി പറയുന്ന ഈ ഇസ്മ യാ ഹലീമു യാ അല്ലാ എന്ന ഇസ്മിനെ അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു 101 തവണ എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ വീട്ടിലേക്ക് ഇഴജന്തുക്കളുടെ ശല്യമുണ്ടാവുകയില്ല, വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടാവുകയില്ല, അതുപോലെ തന്നെ കള്ളൻ്റെ ശല്യമുണ്ടാവുകയില്ല. തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി എല്ലാ ദിവസവും 101 തവണ യാ ഹലീമു യാ അല്ലാഹ് എന്ന ഇസ്മിനെ പതിവാക്കുന്നവരായിരിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെ നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറയപ്പെട്ട എല്ലാ ഇസ്മുകളും ആത്മാർത്ഥതയോടുകൂടി നാം ചെയ്യണം, ചൊല്ലണം. നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന ചിന്തയോടുകൂടിയാവരുത്. എൻ്റെ കാര്യം നടക്കണം, ഞാൻ ഉദ്ദേശിച്ച കാര്യം പൂവണിയണം, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം, ജോലി കിട്ടണം, വിവാഹം ശരിയാവണം, ഇഴജന്തുക്കളുടെ പാമ്പ് പോലത്തെ ഇഴജന്തുക്കളുടെ ഷെറിൽ നിന്ന് രക്ഷ കിട്ടണം എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടിയായിരിക്കണം നാം ഈ ദിക്ർ ചൊല്ലുന്നത്. വളരെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മാണിത്. നമ്മുടെ വീട്ടിൽ നിത്യരോഗികളായിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി ചൊല്ലാൻ കഴിയുമെങ്കിൽ സ്വന്തമായി ചൊല്ലുക, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അവർക്ക് ചൊല്ലിക്കൊടുക്കുക. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ചൊല്ലിയിട്ട് യാ ഹലീമു യാ അല്ലാ എന്ന ഇസ്മിനെ 11 തവണ ചൊല്ലി തല മുതൽ കാല് വരെ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചോതുക. ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ചൊല്ലുക. സ്ഥിരമായി ചൊല്ലിയാൽ അവരുടെ രോഗത്തിനിക്ക് അവർക്ക് ശമനം ലഭിക്കുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല നമുക്ക് തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.